നമ്മൾ ഹിന്ദുക്കൾക്ക് രൂപ കൊടുക്കും, അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ്ത്യാനിക്കൊക്കെ രൂപ കൊടുക്കും. ഇനി നമുക്ക് മുസ്ലിംസിന് കൂടി രൂപ കൊടുക്കാം. മുസ്ലിം അതിന്റെ പേരിൽ വീടില്ല. ഇത് എനിക്ക് സംഭവിച്ച കാര്യമാണ്. അതായത് വേറെ എവിടെയല്ല, കേരളത്തിൽ എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിം അതിന്റെ പേരിൽ വീടില്ല. അപ്പൊ ത്രികോണമൊക്കെ ഇല്ലേ? ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി. ഒരു ഉപകാരമില്ലാത്ത സാധനം. ഒരു ഉപകാരമില്ലാത്ത സാധനം. ഒരു ഉപകാരമില്ലേ? നീയാണ് ഏറ്റവും ഉപകാരമില്ലാത്ത സാധനം. മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെപ്പോ. ഓഹോ, അങ്ങനെയോ? മേളം തുടങ്ങട്ടെ. നമ്മൾ ഊക്കി പൊളിക്കാൻ പോവാണ്. നമ്മൾ കുറെ നാളായി മതസൗഹാർദ്ദം ഊക്കി ചെയ്തിട്ട് കുറെ വിവരം കെട്ടന്മാരെയൊക്കെ റിയാക്ട് ചെയ്യാൻ വിട്ടുപോയി. പക്ഷെ നമ്മൾ വെറുതെ വിടുവോ അവരൊക്കെ? ഇല്ല, ഊക്കി പൊളിക്കണം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് എന്നതാടാ നെറ്റില്? എന്നിട്ട് അയൺമാന്റെ കയ്യിൽ നിന്ന് തന്നെ പോലെ ഉണ്ട്. ഇത് ഈ നെറ്റിയിലല്ല വെക്കണ്ട, നീ ആസനത്തിൽ വെക്കണം. അപ്പൊ കറക്റ്റാ. തലക്കകത്ത് ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടുണ്ടെന്ന് തോന്നാൻ. അല്ലെങ്കിൽ ഇവന് അത്രയും ഗ്യാസ് വരത്തില്ലല്ലോ. ഇവിടെ കൂടി മാത്രം ആക്കണ്ട, അവരും ബാക്കി കൂടി വിടട്ടെ. അല്ലേ? അപ്പോഴൊക്കെ കറക്റ്റായി. എന്തെല്ലാം അവരാതും കാണണം. സിസ്റ്റർ ഫയർ ആണ്. സിസ്റ്ററിന്റെ വീഡിയോ ഞാൻ കാണിച്ചത് എന്തിനാന്ന് ചോദിച്ചാല്, ഒരുപക്ഷെ നിങ്ങൾ ഇപ്പൊ ചോദിക്കും, സിസ്റ്റർ ഓടാൻ പോയതിന് ഇപ്പൊ എന്താ കുഴപ്പം? സിസ്റ്റർ ഓടാൻ പോയതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുള്ള ആൾക്കാര് കമന്റ് ബോക്സിലുണ്ടേ. അയ്യോ. ഞാൻ ബൂസ്റ്റ് കുടിക്കും, പക്ഷെ ഹോർലിക്സ് അങ്ങനെ കുടിക്കാറില്ല. ചായ കുടിക്കാറില്ല, പക്ഷെ കോഫി കുടിക്കും. പക്ഷെ ഇതെന്ത് കുടിയാ? കാല് കഴുകി വെള്ളം കുടിക്കുന്നു. അവന്റെ ഇരിപ്പൊക്കെ നോക്കിയ സ്റ്റൈല്, ഐഫോണൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നു. ഇത്യാദി ദൈവം. ഓ, എവിടുന്ന് വരുന്നടാ ഇവന്മാരൊക്കെ? എന്നല്ല എന്തെല്ലാം വിശ്വാസങ്ങളല്ലേ? നിങ്ങൾ കണ്ടിട്ട് ചിരിക്കുകയാണോ? നിങ്ങളിത് കണ്ടിട്ട് ചിരിക്കാനൊന്നും വേണ്ട. നിങ്ങളുടെ ഓരോ മതത്തിലുള്ളവര് ഇതിലും വലിയ കോമാളി സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത്. എന്തോ കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുക കുറെ ടീമുകൾ. നിങ്ങളാണ് അതിലും വലിയ കോമഡി. യേശുദാസിന് 19 വയസ്സായില്ലേ? യേശുദാസിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മകൻ ചെന്നിട്ട് ഞാൻ നന്നായി നിങ്ങളെ പാട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിക്കും. ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിക്കും. അതുള്ളല്ല, ഇല്ലാത്തത് എന്താ ഉണ്ടെന്ന് പറയുന്നവരെ. അതുകൊണ്ട് മനുഷ്യരെ, ജീവിതത്തിൽ ഒരിക്കലും സംഗീതം കേട്ടിട്ടില്ലേ? നന്നാവും. സംഗീതം കേൾക്കും തോറും ഒന്നിനും കൊള്ളരുതാത്തനാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിരന്തരമായി സംഗീതം കേൾക്കുന്നവൻ നാടിനും സമൂഹത്തിനും നാഷണൽ വേസ്റ്റ് ആണ്. എല്ലാരും നോമ്പൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ടല്ലോ അല്ലേ? നോമ്പ് കൂടുന്നവരുടെ വിശ്വാസം നോമ്പ് നന്നായിട്ട് കൂടുന്നു, നോമ്പ് പക്കയായിട്ടൊക്കെ പോകുന്നു. അങ്ങനെയാണ്. ഖറാഹത്താണ്. ഖറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ്. നോമ്പൊക്കെ മുറിഞ്ഞു. ലിപ്സ്റ്റിക് ഒക്കെ ഒരു പോയിന്റ് അകത്ത് പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു എന്നാ പറയുന്നത്. When you start something new, the hardest part is having no one to share with or ask for advice. Same with trading. You look at the charts, try to understand them, but still you want to hear you are on the right track or try this way. It worked for me. That's why I chose Pocket Broker. It's not just a convenient trading platform, but also a group of like-minded people with the same goals and interests. The Pocket Broker community brings together traders in 8 languages, from Arabic to Brazilian, Portuguese, and Latin American Spanish. You can chat on Telegram, Discord, WhatsApp, Facebook, whichever feels most comfortable to you. Got a trading question like how do I top up my deposit or where is my withdrawal? Just drop a message in the chat box. The team will respond quickly as possible. And if you want to level up your skills, there are experienced traders in the community who share strategies, tips, and even stories of failures, so you can learn from their experience. And when you want to relax, you can always chat about anything else. Pocket Broker gives you fast chart, easy to understand materials, ready-made strategies within just a few minutes. You can already see your first profit. Most importantly, you are not alone. There's support, communication, and people who truly care about your success. Follow the link and enter my promo code 2026 Joku and get 100% bonus on your first deposit. Register now and see for yourself. With the support of a strong community, trading stops being complicated and becomes a clear and engaging journey. ഇത് കേട്ടിട്ട് ലിപ്സ്റ്റിക് പോലും ഇടാത്തവർ അവിടെ കിടന്ന് കുലുങ്ങി ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതെന്നാണ് അവരും വിശ്വസിക്കുന്നത്. അവർക്ക് മുടി പോലും പുറത്ത് കാണിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ റൂളാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോമഡിയാണ്. നമുക്ക് ചിരിച്ചുവിടാം. നമുക്ക് പിന്നെ ചിരിച്ചുവിടാനകത്ത് കുറെ ഉള്ളത് കാരണം ദൈവങ്ങൾ ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ചാത്തൻ ഉണ്ടോ ഇല്ലേ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ആളൊരു മായാജാലക്കാരനാണല്ലോ. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഏത് മായാജാലാണ്? മറ്റേ
മുതുകാടിന്റെ മായാജാലാണോ? ഒരു മായാജാലക്കാരനാണല്ലോ, അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും രണ്ട് ഇവിടെ മായാജാലക്കാരനാണല്ലോ, അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. 2-3 ദിവസമായിട്ട് ചാത്തന്റെ പേര് മാത്രം എന്റെ നാവില് വരുന്നുള്ളൂ. ചാത്തന്റെ പേര് മാത്രം നിന്റെ നാവില് വരത്തുള്ളൂ കുറച്ച് ദിവസമായിട്ട്, അതെനിക്കറിയാം. ചന്തിക്ക് നല്ലൊരു നുള്ളു തന്നാ അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞോളൂ, പിന്നെ നിന്റെ നാവിലുള്ള ആ സാധനമൊക്കെ മാറിക്കോളൂ. ഇത് നല്ല 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 പെട കിട്ടാത്തതിന്റെ ആ തിരുനടയിലേക്ക് എത്താനായിട്ട് എനിക്ക് സമയം. ആലോചിക്കാം അവന്റെ ഒരു കോൺഫിഡൻസ്, ചാത്തൻ ഉണ്ടെന്നൊക്കെ പറയാനുള്ള ഒരു കോൺഫിഡൻസ്. പക്ഷെ ചാത്തൻ ഉണ്ടോ ഇല്ലേ ചോദിച്ചു. നീ ചാത്തനാടാ? എന്തൊരു അപരാധങ്ങളല്ലേ നാട്ടിൽ മൊത്തം, നാട് മൊത്തം എന്തോ അപരാധങ്ങളല്ലേ. സംഭവം ആ തിരുനടയിലേക്ക് എത്താനായിട്ട് എനിക്ക് സമയമായിട്ടുണ്ട്. പിന്നെ മജീഷ്യൻ മുതുകാടിന്റെ വീട്ടിൽ നിന്നാണ് പുള്ളി വന്നത്. ഒരു ചൊല്ലുണ്ട്, തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ തൊലിച്ചു കിട്ടും, ബ്രഹ്മന് പോലും തടുക്കാൻ പറ്റത്തില്ല. 390 പേരുണ്ട് അവര്. വേറൊരു ചൊല്ലു കൂടിയുണ്ട്, വിട്ടവളി ആന പിടിച്ചാൽ കിട്ടൂല. അതില് മൂത്തവനാളതിനെ കുറച്ച് പെശക. ഈ നെഗറ്റീവ് കൊടുക്കുന്നവരടുത്ത് നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ഒരിക്കലും പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടാ. എന്നെ ഒരാളൊന്ന് പരീക്ഷിച്ചായിരുന്നു, ഒരു കളവൻ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടിപ്പോ 4-5 മാസമായി. ഇനി അബദ്ധവശാലും എനിക്കൊല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ അപ്പേ പറ്റുള്ളൂ പറയും ചാത്തന്റെ കോപം പറയും. പോ ഫുണ്ടേ. ഏതോ ദേവിയാണ്, നോർത്ത് ഇന്ത്യയിലെ ഒരു ദേവിനെ നമുക്ക് കാണാം. ഡൊണാൾഡ് ട്രംപിന്റെ തലയല്ലേടാ അത്? ഓഹോ, പുള്ളിയുടെ ബോഡിയൊക്കെ നോക്കിയോടാ, സീൻ. പഠിപ്പും വിവരമൊക്കെ ഉള്ളവരൊക്കെ ഭയങ്കര എന്തെല്ലാം വിശ്വാസം അല്ലേ. അവളൊക്കെ എന്ത് പ്രൗഡാന്ന് നോക്കിയേ. ഇനി നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കിയേ. നാട്ടിൽ എന്താ അവരാ അതൊക്കെ കാണിച്ചു കൂട്ടുന്ന ആൾക്കാർ. 3 ദിവസമായിട്ട് ചാത്തന്റെ പേര് മാത്രം എന്റെ നാവില് വരുന്നുള്ളൂ. മുസ്ലിംസിനെ നെയിൽ പോളിഷ് ഇടുന്നത് ഹറാമാണ്, സോ നെയിൽ പോളിഷ് ബോധവും വിവരവും ആയതിനു ശേഷം അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് അയ്യോ അയ്യോ, അടുത്ത് നോക്കട്ടെ. തിരുനബി സ്വ തങ്ങളുടെ ഷഅറ് മുബാറക്ക് കാണിക്കുന്നു. അതെന്താ സംഭവം കാണുമല്ലോ. പൊതിഞ്ഞ് വെച്ചേക്ക്, ഇത് എന്നെങ്ങാലും തുറന്നു വരുമോ? ഹായ്, മറ്റേ കല്യാണ രാമ സിനിമയ്ക്കകത്ത് ദിലീപ് മറ്റേ ചേരമെടുക്ക്. അത് കഴിഞ്ഞില്ലേ? എന്നോടാ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഏക്കാവരാ? ഇത് കഴിഞ്ഞില്ലേ? തുറക്കടാ, ഇങ്ങനെ ക്യൂരിയോസിറ്റി ആക്കല്ലേ. പിന്നെ നീ എന്തിനാ തുണിയെടുത്ത് കയ്യിൽ വെച്ചത്? ഇപ്പൊ മാര് തുറന്നു വരുമ്പോഴേക്കും ചന്ദനമഴ സീരിയലിലെ സെക്കൻഡ് പാർട്ട് ഇറങ്ങും. പോവാം. എന്തിനാ ആവട്ടെ, എന്തോ പറയാണ്, അതെന്തൊക്കെയുണ്ട്. എന്തായാലും ആവട്ടെ. ആഹാ, എന്താ നീ കിടന്നിങ്ങനെ വിറയ്ക്കുന്ന? നിന്റെ തന്ത KSEBിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നടാ നിന്റെ കുണ്ടിക്ക് എന്നാ പറ്റിയടാ? മുട്ടുമേലെഴഞ്ഞു പ്രാർത്ഥന, ക്രിസ്ത്യാനികളുടെ വിശ്വാസം. ക്രിസ്ത്യാനല്ല, പലർക്കും ഉണ്ട് വിശ്വാസം. കൊച്ചൊക്കെ ഉണ്ട്. കിലോമീറ്റർ ഇങ്ങനെ കിടക്കുകയാണ് മുട്ടുമേലെഴയാൻ. ആ കൊച്ചിനെയും കൂടി നടത്തിക്കും അങ്ങനെ അല്ലേ കൂടത്തി. ചെറിയ സൂക്കേടൊന്നും അല്ല. ഞാൻ എന്നാ പറയുന്നത്, വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങള് നിങ്ങൾ വിശ്വസിച്ചോളൂ. വിശ്വസിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിന്റാണ്, നിങ്ങൾ വിശ്വസിച്ചോളൂ. നിങ്ങൾ വിശ്വസിക്കാണെന്ന് ആരും പറയുന്നത്. നിങ്ങൾ വിശ്വാസമാണ്, നിങ്ങൾ വിശ്വസിച്ചോളൂ. പക്ഷെ അത് ഈ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടാവുന്നത് എന്തിനാ? അതുപോലെ തന്നെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നതിന്റെ ആവശ്യമുണ്ട്. ആ കൊച്ചിനെയും ഇൻഡയറക്ട്ലി അടിച്ചേൽപ്പിക്കുകയാണത്. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. പല വിശ്വാസികളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ജനിക്കുമ്പോൾ തൊട്ടേ കൊച്ചുങ്ങൾക്ക് ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ ഇഞ്ചക്ട് ചെയ്ത് വളർന്ന് വലുതാകുമ്പോൾ എന്താവും? 3 സുഡാപ്പി കുട്ടികളെ പിടിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ഐഡിയോളജിയോ മതത്തെയോ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാം തീവ്രവാദം തന്നെയാണ്. മോറൽ പോലീസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ലൈറ്റർ വേഷനാണ്. ഇത് തീവ്രവാദം. ഇതാണ് തീവ്രവാദം. ഒരാളെ വെടിവെച്ച് കൊല്ലുന്നോ ബോംബ് പൊട്ടിക്കുന്നോ മാത്രമല്ല തീവ്രവാദം, ഇതും തീവ്രവാദമാണ്.
തീവ്രമായി വാദിക്കുന്ന നിങ്ങളുടെ ഐഡിയോളജി മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണമെന്ന് ആ സ്ത്രീ തീരുമാനിക്കും. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവരിലേക്ക് അത് ഇൻജെക്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരു തീവ്രവാദം എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും അതിന്റെ നേട്ടം എന്താണ്? ഇപ്പം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവായിട്ട് തന്നെ ജീവിക്കണമെന്ന് നമ്മുടെ മാതാപിതാക്കൾ ഇത്ര ഹാർഡായിട്ട് പറയുമ്പോൾ എല്ലാ മതങ്ങളും വാദിക്കുന്നത് തന്നെയല്ലേ. അപ്പൊ ഞാൻ വിശ്വാസി അല്ലെങ്കിൽ ഇപ്പൊ മോശമാണോ? ഞാനിപ്പോ അന്ധവിശ്വാസിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഞാൻ മോശമാണോ? ഞാനിപ്പോ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഞാൻ മോശമാണോ? അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി മുസ്ലിം ആവുകയാണെങ്കിൽ ഞാൻ നല്ലൊരു വ്യക്തി ആവുമോ? അങ്ങനെയാണെങ്കിൽ മുസ്ലിമുള്ള എല്ലാവരും നല്ല വ്യക്തികളാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾ മുസ്ലിംസിലേക്ക് ആവണ്ടേ? എന്തിനാണ് ആൾക്കാർ ഈ കമന്റ് ബോക്സിൽ കിടന്ന് പ്രൗഡ് ടു ബി മുസ്ലിം, പ്രൗഡ് ടു ഹിന്ദി എന്നൊക്കെ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. ദൈവം കൊണ്ടുപോകും. ഈ കാണുന്ന കഷ്ടത മാറും, വേദന മാറും, ദുഃഖം മാറും, ഒറ്റപ്പെടൽ മാറും. എഴുതിയിട്ടോ വല്ല പണിക്കും പോടാ മാറി. ഏലപ്പാറയിൽ നിന്ന് ദൈവം ഷിഫ്റ്റ് ചെയ്യും. ഒരു 10-15 വർഷം കൂടി കാണുമായിരിക്കും. അതുമ്പോഴേക്കും ഈ സൂക്കേടിന് കുറവ് കിട്ടും, ഈ പാസ്റ്റേഴ്സിന്റെ കടിയൊക്കെ മാറി കിട്ടും. അപ്പൊ കോട്ടയവുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ കരം ചലിക്കും. റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങൾ തുറക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പള്ളിയിൽ പറഞ്ഞു കേട്ടില്ലേ, പള്ളിയിലാണോ ധ്യാനത്തിലാണോ അറിയാൻ പാടില്ല, പൈസ അങ്ങോട്ട് കിട്ടുന്നില്ല, കളക്ഷൻ